അദൃശ്യമായ ജ്ഞാനത്തെ തേടിയാണ് പലരും നടക്കുന്നത്, അല്ലെ? അദൃശ്യമായ ജ്ഞാനം, നിഗൂഢമായ രഹസ്യമായ അറിവുകൾ. ആ അറിവുകളാണ് നമ്മൾ ഇവിടെ പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങളെ ഇങ്ങോട്ട് നയിക്കുന്നത്. ഒരു ആത്മാവ് ആഗ്രഹിക്കുന്നത് ആ ജ്ഞാനം നേടാൻ വേണ്ടിയിട്ടാണ്. കാരണം ആത്മാവ് അദൃശ്യമാണ്. അകക്കണ്ണുകൊണ്ടല്ലാതെ ആത്മാവിനെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയൂല. ഓരോ മനുഷ്യരും ആത്മാവുണ്ട്, ഓരോ മനുഷ്യനും ആത്മാവുണ്ട്. ആത്മാവില്ലാതെ ഒരു മനുഷ്യൻ ഇല്ല, അല്ലെ? മനുഷ്യ ശരീരമില്ല. ആത്മാവ് എപ്പോഴും പ്രതീക്ഷിക്കുന്നത് നിഗൂഢമായ എന്നെ കുറിച്ചാണ്, നിഗൂഢമായ എന്നെ കുറിച്ച്, അല്ലെ? അതറിഞ്ഞാൽ അവൻ ദൈവത്തെ അറിഞ്ഞു. അതറിഞ്ഞാൽ അവന് ഭയങ്ങളില്ല, കഷ്ടപ്പാടുകളില്ല, ബുദ്ധിമുട്ടുകളില്ല. ആത്മാവിനെ അറിയുക. ഓക്കെ, നാളെ ഞായറാഴ്ചയാണ്. നാളെ വളരെ പ്രധാനപ്പെട്ട, അതായത് ഉറങ്ങുമ്പോൾ ആത്മാവ് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു സംശയം ചോദിച്ചു. അതിനെക്കുറിച്ച് വിശദമായിട്ട് നാളെ സംസാരിക്കുന്നതാണ്. അപ്പൊ ആരും നാളെ മിസ് ചെയ്യരുത്. ഉറങ്ങി കഴിയുമ്പോൾ ഈ ആത്മാവ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് നാളെ വിശകലനം ചെയ്യാം. ഓക്കെ, നമുക്ക് കുറച്ച് രഹസ്യമായ അറിവ് നേടാനാണെങ്കിൽ നമ്മൾ എവിടെയും എന്ത് റിസ്ക് എടുത്തും പോകും. അതാണ് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് എല്ലാവരും കുത്തിപ്പിടിച്ചിരിക്കണത്, അല്ലെ? ഓക്കെ, നിങ്ങൾക്ക് അതൊക്കെ കിട്ടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാരും പറയും നന്ദി പറയുക, നന്ദി പറയുക, നന്ദി പറയുക എന്ന്. ഇന്ന് വളരെ സുപ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് ഓൾ ഇന്ത്യ സൂഫി ഇസ്ലാമിക് ബോർഡ് എന്നെ അവരുടെ സൂഫി ടീച്ചറായിട്ട് അംഗീകരിക്കുന്ന അവാർഡ് നൽകുന്ന ഒരു ഡേ ആണ്. സോ ഇറ്റ്സ് എ പ്രഷ്യസ് ഡേ. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്. നന്ദി എന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാരും പറയും നിങ്ങൾ നന്ദി പറ, നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതിന് കൂടുതൽ കിട്ടും എന്ന് പലപ്പോഴും എല്ലാരും പറയും. ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പഠിപ്പിക്കുമ്പോൾ പറയും എപ്പോഴും നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയും. അപ്പൊ നമ്മൾ നന്ദി എങ്ങനെയാണ്, എന്താണ് നന്ദി, എങ്ങനെയാണ് നന്ദി പറയുക? നന്ദി പറഞ്ഞാൽ ഓക്കെ നന്ദി, താങ്ക് യു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് കൂടുന്നുണ്ടോ? സത്യത്തിൽ പലപ്പോഴും നമ്മൾ തന്നെ ഉള്ളിൽ ചോദിക്കും, ഇങ്ങനെയൊക്കെ താങ്ക്സ് പറഞ്ഞിട്ട് ഞാൻ എല്ലാത്തിനും നന്ദി പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് എനിക്കിതൊന്നും വർദ്ധിച്ചു വരുന്നില്ലല്ലോ? ഞാൻ എല്ലാത്തിനും താങ്ക്സ് പറയുന്നുണ്ട്. എല്ലാരും പറഞ്ഞു താങ്ക്സ് പറഞ്ഞോ എന്ന് പറഞ്ഞു. താങ്ക്സ്. അപ്പൊ താങ്ക്സ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കിട്ടും. താങ്ക്സ് പറഞ്ഞിട്ട് എനിക്ക് എന്ത് ഇതൊന്നും കിട്ടാതെ, ഞാൻ എല്ലാത്തിനും താങ്ക്സ് പറയാൻ തുടങ്ങിയല്ലോ ഇപ്പൊ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സെഷന്റെ ഇടയിൽ ഞാൻ ഈ നന്ദിയെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു പോയി. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, സമൃദ്ധി എന്ന് പറയുന്നത്, സമൃദ്ധിയെ തടയുന്നത് ഭൂമിയിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും നമ്മൾ എടുക്കുന്ന കടങ്ങളാണ്. കടങ്ങൾ നമ്മൾ ഒരുപാട് കടം ഭൂമിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. നമ്മുടെ ശ്വാസം, നമ്മുടെ കാഴ്ച, അല്ലെ? എന്താണ് അതിന് പകരമായി നമ്മൾ നൽകുന്നത്? എന്താണ് നൽകുന്നത്? നിങ്ങൾ എന്താണ് നൽകുന്നത്? ഈ ക്ലാസ് പോലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ലാസ്സിന് നിങ്ങൾക്ക് ഒരു വില ഇടാൻ പറ്റുമോ? നിങ്ങളുടെ ജീവിതത്തിലെ അർത്ഥങ്ങളെ മനസ്സിലാക്കി തരുന്ന ഈ ക്ലാസ്സിന് ഒരു വില ഇടാൻ പറ്റും? ഒരിക്കലും പറ്റൂല. ഒരു വില നിശ്ചയിക്കാൻ നമുക്ക് പറ്റൂ? ഇല്ല. ആ വില നിശ്ചയിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. വില നിശ്ചയിക്കാൻ പറ്റാത്ത ഒരു സാധനം എങ്ങനെ കൊടുക്കണം? വില നിശ്ചയിക്കാനേ പറ്റൂല. ഇതിന് വില ഇടാൻ പറ്റൂല. നിങ്ങൾ അനുഗ്രഹീതരാ. ഇത് കേൾക്കാൻ കഴിയുന്നവർ അനുഗ്രഹീതരാ. അത്രേ നമുക്ക് പറയാൻ കഴിയും. എങ്കിൽ നമ്മൾ ഇതെല്ലാം ഊർജമാണ്. ഞാൻ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾ സ്വീകരിക്കുന്നതും പണം മാത്രമല്ല, സമ്പത്ത് മാത്രമല്ല, വാക്കുകൾ, ഉദ്ദേശങ്ങൾ, നിങ്ങളുടെ ഉദ്ദേശം.
നിങ്ങളുടെ ചിന്ത പോലും ഒരു ഊർജാണ്. നിങ്ങളുടെ ചിന്ത പോലും ഒരു ഊർജാണ്. അതുകൊണ്ടാണ് ഈ ആത്മാവിനെ അറിയണം എന്ന് പറയുന്നത്. ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഊർജം നമുക്ക് കൃത്യമായി വിനിയോഗിക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മളിലോട്ട് വന്നു കഴിയും. അതാണ് ഊർജം. അപ്പൊ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഊർജമാണ്. എല്ലാം ഊർജമാണ്. അപ്പോ ഇങ്ങോട്ട് എന്തെങ്കിലും ഊർജം നമുക്ക് കിട്ടിയാൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന നന്ദിയും ഒരു ഊർജമാണ്. അതൊരു ഊർജമായി ഈ പ്രപഞ്ചത്തിലേക്ക് ലയിക്കും. നിങ്ങളൊരു 40 ദിവസമായി അല്ലെങ്കിൽ ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി ഒക്കെ പങ്കെടുക്കുന്ന ആളുകളുണ്ട് ഇതിനകത്ത്. ആദ്യമായിട്ട് ഇന്ന് പങ്കെടുക്കുന്ന ആളുകളും ഇതിനകത്തുണ്ട്. ജസ്റ്റ് തിങ്ക്, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത്? എല്ലാവരും വിചാരിക്കും ഇവിടെ കണ്ണടച്ചിരിക്കാൻ പറയുമ്പോൾ ലൈറ്റ് വരുന്നുണ്ട്, പ്രകാശം വരുന്നുണ്ട്, മഴവില്ല് വരുന്നുണ്ട്, വയലറ്റ് വരുന്നുണ്ട്, അത് കളർ വരുന്നുണ്ട്, ഡാർക്ക് ലൈറ്റ് കളർ വരുന്നുണ്ട്, ആദ്യം ഇരുട്ട് വരുന്നുണ്ട്, പിന്നെ വൈബ്രേഷൻ വരുന്നുണ്ട് കൈക്ക്. ഇതൊക്കെയാണ് എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ആരെങ്കിലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? ഒന്നുമല്ല. അതാ യാത്രയിലെ അതാ യാത്രയിലെ വെറും ചില സിഗ്നലുകൾ മാത്രമാണ്. സിഗ്നലുകൾ. മനസ്സിലായോ? ഇതിനപ്പുറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ മിറാക്കിൾസ്, നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ അത്ഭുതങ്ങൾ, നിങ്ങളുടെ സകല മേഖലകളിലും അത്ഭുതങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾ ആയിരിക്കലും ഇതിനകത്തായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യരുത് ആരും. അതല്ല, അത് ജസ്റ്റ് ഒരു സൂചനകൾ മാത്രമാണ്, സിഗ്നലുകൾ മാത്രമാണ്. ഒന്നും ഒന്നും ഫീൽ ചെയ്യാതിരിക്കുന്ന ആൾക്കും അയാളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടാവും. വലിയ വലിയ മാറ്റങ്ങൾ, വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ 40 ദിവസം മുമ്പുള്ള നിങ്ങളുടെ ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ കുടുംബ ജീവിതം വരെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ കുടുംബ ജീവിതം, നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ ജീവിതം വരെ മാറിയിട്ടുണ്ട്. കൂടെയുള്ള ആളുകൾ. ഓക്കെ, ഇന്ന് നമ്മുടെ ഇരട്ട കുട്ടികളുടെ ബർത്ത്ഡേ ആണ്. എല്ലാ ആശംസകളും നേരുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇപ്പോ ഞാൻ ഈ പറഞ്ഞ അനുഗ്രഹം വരെ ഒരു ഊർജമാണ്. ഒരു ഊർജം. ആ ഊർജമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഊർജം. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൽ ദിവ്യമായ ഒരു സന്തുലിതാവസ്ഥയുണ്ട്. സന്തുലിതാവസ്ഥ, ദിവ്യമായ ഒരു മീസാൻ, തുലാസ്, തുലാസ് സ്കെയിൽ, ഒരു സ്കെയിൽ ഉണ്ട്. സ്കെയിൽ. അത് മനുഷ്യന്റെ എനർജിയിലൂടെ അല്ല പോകുന്നത്. മനുഷ്യന്റെ എനർജിയിലൂടെ അല്ല. അത് പോകുന്നത് ഒരു കോസ്മിക് എനർജിയിലൂടെയാണ്, കോസ്മിക് ക്രമത്തിലൂടെ. ഇപ്പോൾ ഊർജ ഘടകങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നന്ദിയില്ലാതെ സ്വീകരിക്കുന്ന ഘടകങ്ങളാണ്. നന്ദിയില്ലാതെ സ്വീകരിക്കുന്ന ഭക്ഷണം, നന്ദിയില്ലാതെ സ്വീകരിക്കുന്ന സ്നേഹം, നന്ദിയില്ലാതെ സ്വീകരിക്കുന്ന സഹായങ്ങൾ, നന്ദിയില്ലാതെ സ്വീകരിക്കുന്ന കച്ചവടം, നന്ദിയില്ലാതെ സ്വീകരിക്കുന്ന കൊടുക്കൽ, എല്ലാം 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 നന്ദിയില്ലാതെ സ്വീകരിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസം. അതുകൊണ്ടാണ് പലരും കേട്ടിട്ട് ഉപകാരപ്രദമാകാതെ മറന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് കിട്ടി, ആരിൽ നിന്ന് കിട്ടിയ അറിവാണെങ്കിലും, ഞാനൊരു സാധാരണക്കാരിൽ നിന്നാണ് ഈ ഇത്തരം ഒരു അറിവിനെ കുറിച്ച് എനിക്ക് കിട്ടിയത്. സാധാരണക്കാരിൽ നിന്ന്. ഒരിക്കലും കണ്ടാൽ നിങ്ങൾക്ക് തോന്നൂല ഇയാളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന്. ഒരിക്കലും കണ്ടാൽ തോന്നൂല. പ്രതീക്ഷിക്കുക പോലുമില്ല. പ്രതീക്ഷിക്കുക പോലുമില്ല. അപ്പൊ അതിന് നമ്മൾ എന്താണ്, നമുക്ക് നന്ദി ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്കത് കൂടുതൽ എഫക്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ. ഇതൊരു സർക്യൂട്ടാണ്, ആത്മീയ സർക്യൂട്ട് എന്ന് പറയും. ആത്മീയമായ സർക്യൂട്ട്. നമ്മള് ലൈറ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി കണക്ഷൻ കൊടുക്കൂല. ഞാൻ പറയാറുണ്ട്, ദിവ്യമായ ആ ഇതിൽ നിന്നുള്ള പ്രകാശത്തിനുള്ള ഒരു ചാനൽ മാത്രമാണ് ഞാൻ. നിങ്ങൾ തന്നെ സ്വയമാണ് അത് നിങ്ങളെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉള്ളിലാണ് ആ പ്രകാശം. ആ ലൈറ്റ് കത്തുന്നത് നിങ്ങൾ അതിനെ കണ്ടെത്തുമ്പോഴാണ് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അതൊക്കെ ആലങ്കാരികമായി പറയുന്നതാണ്. ചിലപ്പോൾ ലൈറ്റ് കത്തുന്നതും വരെ കാണാൻ പറ്റും. ഓക്കെ, അത് സോളിന്റെ പ്രകാശത്തെയൊക്കെ നമുക്ക് സ്വയം കാണാൻ പറ്റും. അതല്ല, ഇതൊരു സർക്യൂട്ടാണ്. ഈ സർക്യൂട്ട് ഇതൊരു ഊർജ ഇടപാടാണ്. ഊർജം എന്ന് പറഞ്ഞാൽ കറന്റ്.
ഇതൊരു കറണ്ടാണ്, ഒരു എനർജിയാണ്. ആ എനർജിയില് നിങ്ങൾ നന്ദി പറയാ, ഒരു മര്യാദയ്ക്ക് വേണ്ടിയല്ല നന്ദി പറയേണ്ടത്, മര്യാദയല്ല. നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള സർക്യൂട്ട് വർക്ക് ചെയ്യുന്ന ഒരു കണക്ഷനാണ് അത്, ഒരു കണക്ഷൻ. നിങ്ങൾ നന്ദി രേഖപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നന്ദി മനസ്സിൽ നിന്നും പ്രകടിപ്പിച്ചിൽ, വെറും മര്യാദയ്ക്ക് വേണ്ടി താങ്ക്സ് എന്ന് പറയുന്നതല്ല, അത് മര്യാദയ്ക്ക് പറയുന്നതാണ്. ഒരു മര്യാദ, ഒരു ചടങ്ങ്. നല്ല സോജാമാം ചോദിച്ചപ്പോ പറഞ്ഞോട്ടെ, ചടങ്ങാണത്. ചടങ്ങിന് പറയുന്ന താങ്ക്സ് അല്ല, ഉള്ളിൽ നിന്നും നന്ദി. ആ നന്ദി നിങ്ങൾ കൃത്യമായി പ്രകടിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. എന്തുണ്ടാവും? ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. അപ്പൊ പൊട്ടല്, ചീറ്റല്, സാമ്പത്തികപരമായ തടസ്സങ്ങള്, സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, ഇതൊക്കെ ഈ ഷോർട്ട് സർക്യൂട്ട് മൂലം ഉണ്ടാകുന്നതാണ്. കറക്റ്റ് ആയിട്ടാണ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഉറവ പോലെ പ്രകാശം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ എന്ത് പറ്റും? ഇടയ്ക്ക് വരും, ടക്ക്, ബൾബ് മിന്നും, പിന്നെ കത്തൂല, പിന്നെ കെട്ടുപോകും, പിന്നെ മിന്നും, പിന്നെ തെളിയും, കുറച്ചു നേരം തെളിഞ്ഞു വെക്കും, പിന്നെ കെട്ടുപോകും. അപ്പോഴാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുക. തീരുമാനമെടുക്കാനുള്ള ആശയക്കുഴപ്പം, ധൈര്യമില്ലായ്മ, ഭയം, പേടി, ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴാണ് ഉണ്ടാവുക? ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുമ്പോഴുണ്ടാവുള്ളൂ. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ നന്ദിയില്ലായ്മ. അപ്പൊ എനിക്ക് നല്ല നന്ദിയാന്ന് പറയും, ഞാൻ ഭയങ്കര നന്ദിയുള്ള ആളാന്ന് പറയും. ആ നന്ദിയല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അപ്രതീക്ഷിതമായ പെട്ടെന്നുള്ള ദൗർഭാഗ്യങ്ങൾ പോലും എങ്ങനെയാണ് വരുന്നത്? ഈ നന്ദിയില്ലായ്മ. തിരിച്ചറിയാതെ നിങ്ങൾ കടം വാങ്ങുന്നവരുണ്ട്. എന്താണ് നിങ്ങൾ വാങ്ങുന്നത് എന്ന് പോലും നിങ്ങൾക്ക് നിശ്ചയമില്ല. ഓക്കെ, എല്ലാ ഗ്രൂപ്പിലും അറിയിപ്പ് കൊടുക്കുക കേട്ടോ. നമ്മുടെ സോൾ അവേക്കനിങ് പ്രോസസ്സ് ഒരു 15 മിനിറ്റ് കൊണ്ട് സ്റ്റാർട്ട് ആവും. ഓക്കെ, നിങ്ങൾ അറിയാതെ നിങ്ങൾ കടം വാങ്ങുകയാണ്. നിങ്ങൾ അറിയാതെ പണം, അറ്റൻഷൻ, ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ട്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, മക്കളിൽ നിന്നൊക്കെ നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമാണ്. ആ സപ്പോർട്ടൊക്കെ നമ്മൾ കടമായിട്ടാണ് വാങ്ങുന്നത്, അത് തിരികെ നൽകുന്നില്ല, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്നില്ല നമ്മൾ. സ്നേഹം കിട്ടുന്നു, അത് അംഗീകരിക്കുന്നില്ല. ഭാര്യയിൽ നിന്ന് സ്നേഹം എപ്പോഴെങ്കിലും കിട്ടുന്നു, അപ്പോൾ നമ്മൾ അംഗീകരിക്കൂല. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട് ആവും. അസന്തുലിതാവസ്ഥ. ഈ അസന്തുലിതാവസ്ഥ എന്ത് ചെയ്യും? ബാക്കിയുള്ളതിനെ കൂട്ടിക്കൊണ്ടുവരും. ഞാനിവിടെ പറയുന്നതെല്ലാം ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളോടും, നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഓരോ നിമിഷങ്ങളോടും. ഞാനിവിടെ എന്തെല്ലാം സംസാരിക്കുന്നുണ്ടോ, എത്ര ദിവസമായി? ഇപ്പൊ 48 ദിവസമായി. 48 ദിവസം സംസാരിച്ചതും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളോടും കണക്ട്. അതാണ് ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 അവേഴ്സ് വർക്കിംഗ് ആണ്. 24 അവേഴ്സ്, 365 ഡേയ്സ്. നാളെ പറയാം ഉറങ്ങുമ്പോൾ എന്താണ് ആത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ അസന്തുലിതാവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ആത്മാവിന് ഒരു ലെഡ്ജർ ഉണ്ട്, ലെഡ്ജർ. മറ്റുള്ളത് പോലെയല്ല, മനസ്സ് പോലെയല്ല. മനസ്സ് കരിങ്കല്ലാണ്. മനസ്സ് ഇവിടെ രൂപപ്പെട്ടാണ്, മനസ്സ് മറയാണ് നമ്മൾ. പക്ഷെ ആത്മാവ് അങ്ങനെയല്ല. ആത്മാവിനൊരു ലെഡ്ജർ ഉണ്ട്, ലെഡ്ജർ, കണക്ക്. ചില വിശ്വാസങ്ങളിൽ പറയാറില്ലേ, ഒരു സൈഡിൽ ഇരുന്ന് നന്മ എഴുതും, ഒരു സൈഡിൽ തിന്മ എഴുതും എന്ന് പറയൂലേ? അത് ആത്മാവിന്റെ കണക്കാണ്, ലെഡ്ജർ. ഇറ്റ്സ് എ ലെഡ്ജർ. ഡെയിലി നടക്കുന്ന ലെഡ്ജർ എന്താണ് നിങ്ങൾ മറന്നുപോയാലും ഈ പ്രപഞ്ചം മറന്നുപോകില്ല. നിങ്ങളുടെ കടങ്ങളുണ്ടല്ലോ, ഒരാൾക്ക് കടം കൊടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മള് പുറകെ നടക്കും അല്ലെ? പിന്നെ ഒരു യാചകനായി മാറും കൊടുത്തവൻ അല്ലെ? എന്റെ കടം തിരിച്ചാ, ഞാൻ തന്ന പൈസ തിരിച്ചാ, എനിക്ക് അത്യാവശ്യമുണ്ട്, എനിക്ക് അവിടെ കൊടുക്കാനുണ്ട്, ഇവിടെ കൊടുക്കാനുണ്ട്. നിങ്ങളുടെ പുറകെ അങ്ങനെ എത്ര പേർ നടക്കുന്നുണ്ട്? പൈസ ചോദിച്ചല്ല കേട്ടോ, പൈസ ചോദിച്ചല്ല.
ഇന്ന് വരെ നിങ്ങൾക്ക് കിട്ടിയ, ഭൂമിയിൽ കിട്ടിയ അനുഗ്രഹങ്ങളുടെ ആ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കടമായി കിട്ടിയതല്ലേ? നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയതാണോ? പൈസ കൊടുത്ത് വാങ്ങിയതാണോ നിങ്ങളുടെ ഏതെങ്കിലും അനുഗ്രഹങ്ങൾ? നിങ്ങളുടെ പുറകെ നടക്കുകയാണ് യാചിച്ചുകൊണ്ട്. നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. നിങ്ങൾ അവബോധത്തോടു കൂടി അത് തിരിച്ചടയ്ക്കുന്നത് വരെ, അവബോധത്തോടു കൂടി നിങ്ങൾ തിരിച്ചടയ്ക്കുന്നത് വരെ അത് നിങ്ങളുടെ പുറകിൽ, പിന്നിൽ ഇങ്ങനെ പിന്തുടർന്ന്, അപ്പോഴാണ് നിങ്ങൾക്ക് പല ബ്ലോക്കേജുകളും ഉണ്ടാകും. ഇമോഷണൽ ബ്ലോക്കേജ് ഉണ്ടാകുന്നത്. ഇമോഷണൽ ബ്ലോക്കേജ്. നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു ഉപഭോഗ ലോകത്താണ്. ഉപഭോഗ ലോകത്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളോട് നമ്മൾ നന്ദി പറയുന്നില്ല. ഭാര്യ ആയിക്കൊള്ളട്ടെ, പാചകക്കാരനായിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, ഒരു വിത്തും നടാതെ നമ്മൾ ഭൂമിയുടെ എല്ലാ വിഭവങ്ങളും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ഊർജം, അവരുടെ സമയം, അവരുടെ അവരുടെ കേൾവി നമ്മൾ പറയുമ്പോൾ ഒരാൾ കേൾക്കണമെങ്കിൽ ഞാനിപ്പോ നിങ്ങളുടെ ഊർജം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദി. നിങ്ങളെ കേൾക്കുക എന്നുള്ള ഊർജം, ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയാറുണ്ട് നിങ്ങളോട്, നിങ്ങൾ എന്നെ ശ്രവിക്കാൻ വന്നിരിക്കുന്നതിന് നന്ദി. കേൾക്കുക എന്നുള്ള ഊർജം, നിങ്ങളുടെ ശ്രദ്ധ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധ. താങ്ക് യു, നന്ദി. ഹൃദയത്തിൽ നിന്നും ഒന്നും തിരികെ നൽകാതെ ഞാനിപ്പോ തിരികെ നൽകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പലപ്പോഴും തിരികെ നൽകാതെ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്ത് പറ്റും? ഷോർട്ട് സർക്യൂട്ടിലേട്ടും ബ്ലോക്കിലേട്ടും നടക്കും. ഊർജത്തിന്റെ ബ്ലോക്ക് ഉണ്ടാവും. നിങ്ങൾ പലപ്പോഴും പല സാധനങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ സംതൃപ്തരല്ല. എപ്പോഴും തിരക്കിലാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പുരോഗമനം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ്? കുടിക്കുന്ന വെള്ളത്തിന് മുതൽ എടുക്കുന്ന ശ്വാസത്തിന് വരെ, രാവിലെ മുതൽ രാത്രി വരെ, ഉറങ്ങുന്നത് വരെ, ഉറങ്ങുമ്പോൾ പോലും ആചാരമായിട്ടല്ല, ചടങ്ങായിട്ടല്ല, പവിത്രമായ ആ പവിത്രമായ പ്രതിഫലത്തിന് വേണ്ടി നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെയാണ് ഇതിനെ ബാലൻസ് ചെയ്യേണ്ടത്? നിങ്ങൾ സന്തുലിതമാക്കണം അതിനെ. നിങ്ങൾ തിരികെ നൽകാതെ ധാരാളം കടം എടുത്തിട്ടുണ്ടെങ്കിൽ പുനഃസന്തുലിതമാകുന്നത് വരെ ഇടയ്ക്ക് ഈ പ്രപഞ്ചം നിങ്ങളിലേക്കുള്ള ഒഴുക്ക് നിർത്തും. അവിടെയാണ് നിങ്ങൾക്ക് സാമ്പത്തിക ബ്ലോക്ക് വരുന്നത്. മനസ്സിലാകണ്ടോ? എല്ലാരും നിങ്ങളോട് പറയും നന്ദി പറഞ്ഞോ. എന്തിനാണ് നന്ദി പറയുന്നത് എന്ന് മനസ്സിലാക്കണം. എന്തിനാണ് നന്ദി? അതുകൊണ്ടാണ് പണം നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്തത്. അതുകൊണ്ടാണ് കച്ചവടത്തിന്, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലേക്ക് ക്ലയന്റുകൾ വരുന്നുണ്ട്, ഉപഭോക്താക്കൾ വരുന്നുണ്ട്. പക്ഷെ കൺവേർട്ട് ആകാത്തത് അതുകൊണ്ടാണ്. കൺവേർഷൻ ആകാത്ത അതുകൊണ്ടാണ്. നല്ല കച്ചവടമൊക്കെ ചെയ്യുന്ന ആളാ, ഒത്തിരി പേര് സാധനം വാങ്ങാൻ വരുന്നുണ്ട്. കച്ചവടം നടക്കുന്നില്ലെങ്കിൽ ഊർജത്തിന്റെ ബ്ലോക്ക് ഉണ്ട്. അതാണ് ഊർജത്തിന്റെ നീതി. ഇത് സുഖപ്പെടുത്താം ഈസി ആയിട്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് ലഭിച്ചതെല്ലാം നിങ്ങൾ ഓർക്കണം. ജീവിതത്തിൽ ലഭിച്ചതെല്ലാം നിങ്ങൾ ഇടയ്ക്കിടയ്ക്കിരുന്ന് ഓർക്കണം. ഓർത്തിട്ട് നന്ദി പറയണം. എനിക്ക് അന്ന് നന്ദി പറയാൻ കഴിഞ്ഞില്ല, ഞാൻ ഇന്ന് നന്ദി പറയുന്നു. നിങ്ങൾ നന്ദി പറയുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചാൽ പോലും ആ ഊർജം പ്രപഞ്ചത്തിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങും. ആരാണോ നിങ്ങൾക്ക് അത് ചെയ്തു തന്നത് അവരിലേക്ക് ആ നന്ദി പോയിക്കൊണ്ടിരിക്കും. ബാക്ക്ലോഗ് പ്രാക്ടീസ് എന്നാണ് പറയുക. ബാക്ക്ലോഗ്, കഴിഞ്ഞു പോയതിന് നിങ്ങൾ നന്ദി കഴിഞ്ഞു പോയതിന് ആത്മാവിൽ നിന്നും നന്ദി പറയുക. മനസ്സിൽ നിന്നല്ല. ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭിച്ചത് ഓർമ്മിക്കാൻ വേണ്ടി ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ലെഡ്ജർ ഒന്ന് പരിശോധിക്കുക. എല്ലാ ദിവസവും. പിന്നെ സമാധാനമായിരിക്കും, സ്വസ്ഥതയായിരിക്കും, പിന്നെ സന്തോഷമായിരിക്കും. ഊർജ ബ്ലോക്കുകൾ മാറും. ഓരോ രാത്രിയിലും ഒരു 2 മിനിറ്റ് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുക. 2 മിനിറ്റ്. ഇന്ന് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നതിന് ഞാൻ എന്റെ ഭാര്യയോട് നന്ദി പറഞ്ഞില്ല. പക്ഷെ ഞാനിപ്പോൾ എന്റെ മനസ്സിൽ നിന്നും, എന്റെ ഹൃദയത്തിൽ നിന്നും, എന്റെ ആത്മാവിൽ നിന്നും ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ ആ കണക്ഷൻ നിങ്ങൾ
ആ കണക്ഷൻ. ഞാൻ ഭാര്യയ്ക്ക് മാത്രമല്ല, ഭർത്താവിന് മാത്രമല്ല, എല്ലാത്തിലും. അങ്ങനെ നിങ്ങൾ ആ സർക്യൂട്ട്, നിങ്ങൾ ആ കണക്ഷൻ റീകണക്ട് ചെയ്യുകയാണ്. റീകണക്ട് ചെയ്യും. നിങ്ങൾ ഒരാളിൽ നിന്ന് പണം കടം വാങ്ങി നിങ്ങൾക്ക് അത് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ നിശബ്ദമായി അനുഗ്രഹങ്ങൾ കൊടുക്കുക. നിശബ്ദമായി, നിശബ്ദമായി. ഞാൻ എനിക്ക് തന്നതിനേക്കാൾ കൂടുതൽ 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 അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കട്ടെ, അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കട്ടെ, അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കട്ടെ. യൂണിവേഴ്സ്, പ്രപഞ്ചം, ദൈവം, ഈശ്വരൻ, അള്ളാഹു നിങ്ങളുടെ ഉദ്ദേശങ്ങളെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യും. കറൻസിയിലേക്ക്, പണത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. അവരുടെ മനസ്സിനും സമാധാനം ഉണ്ടാവും. നിങ്ങൾക്ക് കടം തന്ന ആളുടെ പൈസയായിട്ട് നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരിൽ നിന്നും ഒരു സഹായം സ്വീകരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയുക അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഇടയ്ക്ക് ഇവിടെ ഇരുന്ന് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ പറയാറില്ലേ, സാറിന് എല്ലാ അനുഗ്രഹവും ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന്. ഇത് മാത്രമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അനുഗ്രഹവും എല്ലാ ആത്മാവിനും അതിൻ്റെതായ പവർ ഉണ്ട്. ഒരു സോൾ മാസ്റ്റർക്ക് ഒരു പവർ ഉണ്ടെങ്കിൽ ഒരു സോളിനും അതേ പവർ ഉണ്ട്. നിങ്ങൾ പറയുമ്പോൾ എനിക്കതിവിടെ ലഭിക്കും. ഭൂമിയിൽ നിന്നും നിങ്ങൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഭൂമിയിൽ നിന്നും നിങ്ങൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു ചെടി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നടുക. നിങ്ങൾ അവിടെ നടുക. അത് ഒരാളിൽ നിന്നും എന്തെങ്കിലും ഇത് സ്വീകരിച്ചു, നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല, ഒരു രീതിയിലും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരാൾക്ക് നിങ്ങൾ സഹായം ചെയ്യുക. വേറൊരാൾക്ക്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് നിങ്ങൾ എല്ലാവരിലേക്കും പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞത്. നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾക്ക് പ്രപഞ്ചം കൊണ്ടുവന്നതാണ്, ഞാൻ തന്നതല്ല. ഇത് ഞാൻ തരുന്നതല്ല. ഈ ക്ലാസ് ഒന്നും നിങ്ങൾക്ക് ഞാൻ തരുന്നതല്ല. ഇതെല്ലാം നിങ്ങൾക്ക് ദൈവം, ഈശ്വരൻ, അള്ളാഹു നേരിട്ട് തരുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് കൊടുക്കണം മറ്റുള്ള ആളുകൾക്ക്. മറ്റൊരാളെ സഹായിക്കണം. നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയാത്ത നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കും. ഇതാണ് സന്തുലിതാവസ്ഥ. നിങ്ങൾ ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പിന്നെ എവിടെയും കുടുങ്ങിക്കിടക്കൂല. ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എവിടെയും നിങ്ങൾക്ക് കുടുങ്ങിക്കിടക്കൂല. ജീവിത വിജയമല്ല നമുക്ക് വേണ്ട, സന്തുലിതാവസ്ഥയാണ്. സന്തുലിതാവസ്ഥ. ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ ആത്മാവിന്റെ ലെഡ്ജർ നിങ്ങൾ പരിശോധിക്കാൻ തുടങ്ങുക. എവിടെ നിന്നാണ് നിങ്ങൾ കൂടുതൽ എടുത്തത്? അവിടെ നിങ്ങൾ കൂടുതൽ നന്ദി പറയുക. കുമ്പിട്ട് നന്ദി പറയാൻ നിങ്ങൾ മറന്നുപോയത് എവിടെയാണ്? അവിടെ നിങ്ങൾ നന്ദി പറയുക. നിങ്ങൾ കഴിച്ചതിന് എല്ലാത്തിനും നിങ്ങൾ കൊടുക്കാൻ തുടങ്ങുക. നിങ്ങൾ കൊടുക്കാൻ തുടങ്ങുക. ഒരു പ്രാർത്ഥനയാണെങ്കിൽ പോലും, ഒരു അനുഗ്രഹമാണെങ്കിൽ പോലും, ആത്മാർത്ഥമായ ഒരു ശ്വാസത്തിനുള്ള നന്ദിയാണെങ്കിൽ പോലും, അത് നിങ്ങളുടെ ഹൃദയം തുറക്കും. നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കും. കാരണം ഊർജം ഒരിക്കലും ഇല്ലാതാകുന്നില്ല. എനർജി കാൻ ബി ഡിസ്ട്രോയിഡ്. എനർജി ഇല്ലാതാക്കാൻ കഴിയില്ല. അത് അതിന്റെ ഉറവിടത്തിലേക്ക് തിരികെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ഉറവിടത്തിലേക്ക് നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. മനസ്സിലായോ? നമുക്കിപ്പോ ഒരു സോൾ അവേക്കനിങ് പോസ്റ്റിലോട്ട് പോവാം അല്ലെ? അപ്പൊ ഒരു നാട്ടില് ഒരു 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 വ്യാപാരി ഉണ്ടായിരുന്നു. ആ വ്യാപാരി ഭയങ്കര കഠിനാധ്വാനിയായിരുന്നു. എപ്പോഴും കയ്യിൽ പണവും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നിരവധി ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. വിദൂര ദേശങ്ങളിൽ പോലും ബിസിനസ് ഉണ്ടായിരുന്നു. വലിയ വീടുണ്ടായിരുന്നു. ഒരുപാട് സേവകരും പരിചാരകരും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രശസ്തനായി അറിയപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയം എപ്പോഴും ഭാരമേറിയിരുന്നു. എത്ര സമ്പാദിച്ചാലും നിർഭാഗ്യം അദ്ദേഹത്തെ പിന്തുടരും. ഒരുപാട് ഷിപ്പുകൾ ഉണ്ട് അദ്ദേഹത്തിന്, കപ്പലുകൾ. ചില സമയത്ത് കപ്പലുകൾ മുങ്ങിപ്പോകും. ചില സമയത്ത് കടയ്ക്ക് തീ പിടിക്കും. ചില സമയത്ത് കാശ് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകും. ചില സമയത്ത് ഒരു കാരണമില്ലാതെ സുഹൃത്തുക്കള് ഇട്ടിട്ട് പോകും. പൈസ എല്ലാം ഉണ്ടെങ്കിലും
മനസമാധാനം ഇല്ല. എപ്പോഴും പുറകെ ഇങ്ങനെ പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളോട് വാക്കിന് പ്രശ്നങ്ങൾ, പ്രശ്നത്തിന് വാക്ക് പ്രശ്നങ്ങൾ. ഇദ്ദേഹം ഇതിന്റെ കാരണം അന്വേഷിച്ച് കുറേ അലഞ്ഞു, കുറേ അലഞ്ഞു. അങ്ങനെ അവസാനം ഒരു ഒരു ഫക്കീറിനെ, ഒരു സാധാരണ മനുഷ്യനെ, ഒരു തെരുവിലിരിക്കുന്ന, പക്ഷെ ഇദ്ദേഹത്തിന്റെ അടുത്ത് എന്തോ ഒരു ജ്ഞാനമുണ്ട് എന്ന് മനസ്സിലായി. ആ ജ്ഞാനിയെ കണ്ടെത്തി. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് പ്രശ്നങ്ങളാണ്, ബാക്ക് ടു ബാക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാരണം? ഞാൻ നന്നായി അധ്വാനിക്കുന്നുണ്ട്, നന്നായി സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ പൈസ കയ്യിൽ നിൽക്കുന്നില്ല. ചിലപ്പോ പൈസ ഇല്ലാതെയായി പോകുന്നു, ചിലപ്പോ പൈസ നഷ്ടപ്പെട്ടു പോകുന്നു. എപ്പോഴും ഒന്നിനു പുറകെ ഒന്നൊന്നായി ഓരോ അതിലേട്ടാണ് എന്റെ ശ്രദ്ധ പോകുന്നത്. ഓക്കെ, നീ നല്ലൊരു കച്ചവടക്കാരനാണ്. ആ ഫക്കീർ പറഞ്ഞു, ആ സാധാരണ മനുഷ്യൻ പറഞ്ഞു, നീ നല്ലൊരു കച്ചവടക്കാരനാണ്. പക്ഷെ നീ ലെഡ്ജർ പരിശോധിക്കാറുണ്ടോ? ലെഡ്ജർ, നീ കണക്ക് പരിശോധിക്കാറുണ്ടോ? ഞാൻ കണക്ക് പരിശോധിക്കാറുണ്ട്. നിന്റെ കച്ചവടത്തിന്റെ കണക്കല്ല, നിന്റെ ആത്മാവിന്റെ കണക്ക് നീ പരിശോധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നീ തിരിച്ചടയ്ക്കാൻ മറന്നുപോയ ദയയെക്കുറിച്ച്, നീ എടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും പകരമായി നീ നന്ദി കാണിച്ചിട്ടുണ്ടോ? ആ ലെഡ്ജർ, നിന്റെ ആത്മാവിന്റെ ലെഡ്ജർ, നിനക്ക് വന്ന എല്ലാ സഹായങ്ങളുടെയും നീ നന്ദി കാണിച്ചിട്ടുണ്ടോ? അതാണ് സമ്പത്തുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് സമാധാനം ഉണ്ടാവാത്തത് എന്നതിന്റെ കാരണം. ആ കച്ചവടക്കാരൻ നിശബ്ദനായിട്ട് ആലോചിക്കാൻ തുടങ്ങി. തന്റെ കപ്പൽ ഒരിക്കൽ കാറ്റിലും കോളിലും പെട്ട് ആടിയുലഞ്ഞപ്പോൾ, എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം വഹിച്ചു കൊണ്ടുപോയ കപ്പൽ ആടിയുലഞ്ഞപ്പോൾ അതിനെ നേരെയാക്കാൻ വേണ്ടി പാടുപെട്ട ആ നാവികൻ, കപ്പിത്താൻ, ഒരിക്കലും ഞാൻ നന്ദി പറഞ്ഞിട്ടില്ല. അയാൾ അന്ന് എത്രയോ കോടിയാണ് അയാൾ എന്റെ രക്ഷിച്ചു തന്നത്. നന്ദി പറഞ്ഞിട്ടില്ല. എന്റെ കൂടെയുള്ള, എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന, നിരന്തരം എന്റെ ബിസിനസ്സിനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആർക്കും ഞാൻ മനസ്സിൽ പോലും നന്ദി പറഞ്ഞിട്ടില്ല. ഞാൻ ശമ്പളം കൊടുക്കണ്ട്, അവരതിനു വേണ്ടിയല്ലേ വർക്ക് ചെയ്യുന്നത് എന്നായിരുന്നു എന്റെ ചിന്ത. അയാള് മനസ്സ് കരയാൻ തുടങ്ങി. അയാള് ഈ ഈ ഈ യാത്രക്കാരന്റെ, ഈ ഫക്കീറിന്റെ അടുത്ത് നിന്നും അയാൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അയാള് ബാലൻസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്ര കടങ്ങൾ തിരിച്ചടയ്ക്കാൻ തുടങ്ങി. യാത്രക്കാർക്കായിട്ട് ഫ്രീ ആയിട്ട് കിണറുകൾ പണിതു കൊടുത്തു. ഭൂമിയിൽ പലയിടത്തും മരങ്ങൾ വച്ചുപിടിപ്പിച്ചു. ആരും അറിയാതെ ദാനം ചെയ്യാൻ തുടങ്ങി. മുമ്പ് നന്ദി പറയാൻ മറന്നതിനെല്ലാം നന്ദി പറയാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹത്തിന്റെ മനസ്സ് മാറാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ നഷ്ടങ്ങൾ നിലച്ചു. അദ്ദേഹത്തിന്റെ കച്ചവടം മുഴുവൻ സുരക്ഷിതമായി. ഒന്നും പിന്നെ നഷ്ടപ്പെടാതെയായി, മോഷ്ടിക്കാൻ ഉപയോഗപ്പെടാതെ, അതിനെല്ലാത്തിനുപരി അദ്ദേഹത്തിന്റെ ഹൃദയം പ്രകാശിക്കാൻ തുടങ്ങി. അദ്ദേഹം സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. പ്രിയ ആത്മാക്കളെ, നിങ്ങൾ ആ കച്ചവടക്കാരനെ ഓർക്കുക. ഭൗതികമായ കണക്കുകൾ അല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ആത്മാവിന്റെ ലെഡ്ജർ നിങ്ങൾ പരിശോധിക്കുക. എവിടെയാണോ കടമുള്ളത് അത് നിങ്ങൾ തിരിച്ചടയ്ക്കുക. എവിടെയാണോ അനുഗ്രഹമുള്ളത് അവിടെ നിങ്ങൾ നന്ദി പറയുക. എവിടെ നിന്നെടുത്തോ അങ്ങോട്ട് നിങ്ങൾ വാഗ്ദാനം ചെയ്യുക. നിങ്ങൾ കാണുന്നവർക്ക് നിങ്ങൾ നൽകുക. ആ അനുഗ്രഹം നിങ്ങൾക്ക് ദൈവീകാനുഗ്രഹമായി, ഡിവൈൻ ബ്ലെസ്സിങ് ആയി നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ഗെറ്റ് റെഡി ഫോർ പ്രോസസ്. ഓക്കെ, ഇന്ന് പ്രോസസ്സ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ലീവാകും. നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. ഫീഡ്ബാക്കുകൾ. ഓക്കെ, നമ്മുടെ കോർഡിനേറ്റേഴ്സ് കണ്ടിന്യൂ ചെയ്യും. നാളെ ഒരു കാരണവശാലും മിസ്സാക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോസസ്സിലേക്ക് പോയാലോ? എല്ലാവരും ഉണ്ട്.